കുടയത്തൂർ അടൂർമലയിൽ മണ്ണിടിച്ചിലിൽ വീടൊലിച്ചു പോയാണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. മഷിക്കല്ലേൽ സ്വദേശി സുമതിയുടെ മൃതദേഹം വീടിരുന്നതിന് 400 മീറ്റർ താഴെ നിന്നാണ് തെരച്ചിൽ കണ്ടെടുത്തത്. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന സുമതിയുടെ ഭർത്താവ് രവിയും മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രാത്രി മുതൽ കനത്ത മഴ പെയ്ത പ്രദേശത്ത് ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. സജോ ദേവസ്യ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി. കുടയത്തൂരിലെ ആടൂർമലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. സുമതി എന്ന അമ്മയ്ക്ക് ജീവൻ നഷ്ടമായി. ഇതാണ് ഈ ഉരുൾപൊട്ടലിന്റെ സോഴ്സ്. വലിയ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. പാറയും കല്ലും മണ്ണും ചെളിയും വെള്ളവും എല്ലാം കൂടി ഇടിഞ്ഞ് താഴ്ന്ന് കിഴക്കാൻ തൂക്കായ പ്രദേശമാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം. ഇവിടെ ഒരു വീടിരുന്നതാണ്. ഈ വീടിന്റെ ഒരു ഭാഗം ഒഴികെ ബാക്കി സമ്പൂർണ്ണമായും ഇവിടെ കാണാനില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഒരു 2 ഭിത്തി ഉൾപ്പെടുന്ന ഒരു അടുക്കള ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കി ഈ വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. അപ്പോൾ ഈ വീട്ടിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. രവി എന്ന ആൾ, ഭാര്യ സുമതി, മകൻ രതീഷ് എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആ അമ്മയുടെ മൃതദേഹം പിന്നീട് ഒരു 400 മീറ്റർ താഴ്ഭാഗത്ത് നിന്നാണ് മണ്ണിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അവരെ രക്ഷിക്കാനായില്ല. അതിൽ രവി എന്ന ആൾ തെറിച്ച് ഒരു ഭാഗത്തേക്ക് വീണു. അദ്ദേഹത്തെ പിന്നീട് നാട്ടുകാർ രക്ഷപ്പെടുത്തി. പിന്നീട് മറ്റ് രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ രതീഷ് എന്ന ആൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അങ്ങനെ രതീഷിനെയും രക്ഷപ്പെടുത്താനായി, 2 പേരെ രക്ഷപ്പെടുത്താനായി. പക്ഷേ ഈ അമ്മയുടെ ജീവൻ രക്ഷിക്കാനായില്ല, അല്ലെങ്കിൽ അമ്മയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ ഭാഗം നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് വലുത് ഈ വീടിൻ്റെ തറയും പടിയുമാണ്. ബാക്കി ഇവിടെ ഉണ്ടായിരുന്ന വീടിൻ്റെ ഭാഗങ്ങളൊന്നും കാണാനില്ല. താഴേക്ക് വലിയ കിഴക്കാൻ തൂക്കായ പ്രദേശമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. വളരെ ദുർഘടമായൊരു പ്രദേശമാണ്, ഒരു കിഴക്കാൻ തൂക്കായ ഭാഗമാണ്. ആ താഴേക്ക് ഒരു മീറ്ററുകൾ താഴേക്ക്, ഒരു 600-700 മീറ്റർ താഴേക്ക് മണ്ണും കല്ലും ഒക്കെ ചെളിയും ഒഴിച്ച് ആ ഭാഗം മുഴുവൻ എടുത്തു പോയിട്ടുണ്ട്. ഇവിടെ വീട് കാണാനേ ഇല്ല. ഇവിടെ ഇതിനു മുൻപ് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഏതാണ്ട് ഒരു 2 മണി സമയത്താണ് ഈ ഉരുളിങ്ങനെ പൊട്ടി ഒലിച്ച് താഴേക്ക് വന്നത്. അപ്പോൾ ഈ ഉരുൾ പൊട്ടിയതിൻ്റെ തെളിവായി ഇപ്പോൾ ഇവിടെ ഒരു ചാലും രൂപപ്പെട്ടിട്ടുണ്ട്. മുകളിലേക്ക് ലിവിഴാപ്പുഞ്ചിറ ഉൾപ്പെടെ അങ്ങോട്ട് നല്ല ഉയർന്ന പ്രദേശമാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഈ ഉരുൾ പൊട്ടി ഒലിച്ച് താഴേക്ക് പോയൊരു ഭാഗത്ത് ഇവിടെ മണ്ണും കല്ലും ചെളിയും ഒക്കെ ശക്തിയായി ഒലിച്ച് താഴേക്ക് പോയ ഭാഗത്ത് ഈ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ദുരന്തത്തിൻ്റെ ആഘാതം ഒരു പരിധിവരെ കുറച്ചു എന്ന് പറയേണ്ടി വരും. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായ കാര്യം, ആ അമ്മയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ ഉരുൾപൊട്ടലിൻ്റെ ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അതിനിടെ ആണ് രവി എന്നാള ഒരു ഭാഗത്തേക്ക് തെറിച്ചു വീണു. അതൊരു സുരക്ഷിതമായ ഭാഗമായിരുന്നു. മറുഭാഗത്താണ് രതീഷ് ഉണ്ടായിരുന്നത്. അങ്ങനെ രതീഷ് ഇവിടെ കുടിയും കിടക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ വീടിൻ്റെ സ്മാരകം എന്ന് പറയാനായിട്ട് 2 ഭിത്തിയും ഈ തറയും മാത്രമേ ഉള്ളൂ. താഴേക്ക് കാണാം കിഴക്കാൻ തൂക്കായ പ്രദേശമാണ്. അതൊരു വല്ലാത്തൊരു ദുർഘടമായ പ്രദേശമാണ്. അപ്പോൾ അതാണ് ഒരു വല്ലാത്ത സങ്കടകരമായ കാര്യം. ഇതാണ് അതിൻ്റെ ഒരു സോഴ്സ്. താഴേക്ക് അങ്ങനെ പൊട്ടി ഒലിച്ചിറങ്ങിയിരുന്നു. അവിടെ മറ്റു വീടുകളില്ലാത്തത് ദുരന്തം ഒഴിവാക്കി. ആ അമ്മയുടെ ജീവൻ പക്ഷേ പൊലിഞ്ഞു. ശരി, സജോയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്.